നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി? അങ്ങനെ പറയാൻ പാടുണ്ടോ? അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല. ഏത് നേതാവാണിത്? അങ്ങനെ വരുമ്പോൾ അപ്പുറം ഇപ്പുറം ഒക്കെ സംഘടിക്കും. അത് ഈ കേരളത്തിൽ അപകടം ഉണ്ടാകും. നിങ്ങൾ കാസർഗോഡ് നഗരസഭയുടെ റിസൾട്ട് പരിശോധിച്ചാൽ മതി. ആർക്കൊക്കെ എവിടെയൊക്കെ ഭൂരിപക്ഷം ഉണ്ടോ ആ സമുദായത്തിൽപ്പെട്ടവർ ജയിക്കത്തുള്ളൂ. ഇനി സമുദായത്തിന് ഭൂരിപക്ഷം ഇല്ലാത്ത എവിടെ നിന്നാലും ജയിക്കത്തില്ല. അങ്ങനെ കേരളം പോകണോ? ഇന്ത്യയിലെ പല സ്റ്റേറ്റും അതിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി? അങ്ങനെ പറയാൻ പാടുണ്ടോ? കാസർഗോഡ് മുനിസിപ്പാലിറ്റി എടുത്തു നോക്ക്. നിങ്ങളിത് ഉത്തർപ്രദേശും മധ്യപ്രദേശും ആക്കാൻ ശ്രമിക്കരുത്. ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരു അമ്മപറ്റ മക്കളെ പോലെ ജീവിക്കുന്ന സ്റ്റേറ്റാണ്. ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കണം, എല്ലാവരും മത്സരിക്കണം, എല്ലാവർക്കും ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. അതിനെ വർഗീയമായ ചേരിതിലുണ്ടാക്കി അതിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുവിഭാഗം സംഘടിക്കും. ആ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനമാണ് പ്രതിപക്ഷ നേതാവ് കൊടുത്തത്. അതാണ് ഞാൻ ഉന്നയിച്ചത്. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നിടത്തോളം കാലം, CPM ഉള്ളിടത്തോളം കാലം ഒരു വർഗീയ ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ധാരണ. പക്ഷെ അവർക്കാർക്ക് ബുദ്ധിയില്ലാത്തതൊന്നും അല്ലല്ലോ. ഇപ്പോൾ സുകുമാരൻ നായർ സാർ 63 വർഷം NSSനെ നയിച്ചുകൊണ്ടിരിക്കുക, അല്ല അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ മാറ്റങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ള ആളല്ലേ അദ്ദേഹം. ബഹുമാനെ വെള്ളാപ്പള്ളി നടേശ് 30 വർഷമായി SNDP യോഗത്തിൽ ജനറൽ സെക്രട്ടറി പ്രതിനിധി. അദ്ദേഹത്തിന് ബുദ്ധിയില്ല. ഞങ്ങളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അവർ കേൾക്കുന്നത് ഞങ്ങളെക്കാൾ എത്രയോ മിടുക്കന്മാരായ സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നവരവർ. അത് അവരുടെ കാര്യം. ഞാൻ ഉന്നയിച്ച വിഷയം അതല്ല. ഞങ്ങളുടെ നിലപാട്, ഞാൻ ഉന്നയിച്ച വിഷയം വേറെയാണ്. ഞാൻ ഉന്നയിച്ച വിഷയം മതസ്പർദ്ധ വരുത്തുന്ന അല്ലെങ്കിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വരുന്നത് ശരിയല്ല. അത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഒരു വലിയ പരിപാടിയിൽ അത്തരത്തിൽ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരുടെ പേര് പരാമർശിച്ചുകൊണ്ട് അല്ലെ പേര് പരാമർശിക്കാതെ നടത്തിയ പ്രയോഗം ഉചിതമായില്ല. അത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്നത് യോജിച്ചല്ല. അതിന് അദ്ദേഹം മാപ്പ് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇങ്ങനെ ധ്രുവീകരണം ഉണ്ടാക്കാനാണല്ലോ ശ്രമിക്കുന്നത്. ആ ധ്രുവീകരണം ഇല്ലാതല്ലേ ഞങ്ങൾ 2016-ലും 2021-ലും ഭരിച്ചത്. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഭരിക്കാൻ പോവാണല്ലോ. ധ്രുവീകരണത്തിന് മുൻകൈ എടുക്കുന്നവർ കേരളത്തിൽ ജയിക്കില്ല. ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്യത്തില്ല. അത് പ്രതിപക്ഷ നേതാവിന് മനസ്സിലാകാൻ പോകുന്നേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ, അബദ്ധജടിലമായ കാര്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് ധരിക്കരുത്. മതേതരവാദികളായ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യില്ല. നിങ്ങൾ എഴുതി വെച്ചു. മതേതരവാദികളായ ക്രിസ്ത്യാനി വോട്ട് ചെയ്യില്ല, മതേതരവാദികളായ ഹൈന്ദവർ വോട്ട് ചെയ്യില്ല. അവർക്കാണ് ഈ കേരളത്തിൽ ഭൂരിപക്ഷം. അല്ല, സമുദായങ്ങൾ തമ്മിൽ ഐക്യപ്പെടാതിരിക്കുന്നത് CPMന്റെ വിഷയമല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സാമുദായിക ഇടപെടൽ പാടില്ലെന്ന ഞങ്ങളുടെ നിലപാട്. രാഷ്ട്രീയത്തിന്റെ വെടിക്ക് പോകണം, സമുദായത്തിന്റെ വെടിക്ക് പോകണം. അതാണ് ഞങ്ങളുടെ നിലപാട്.